ഇന്ന് നമുക്കൊരു മുളകച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇനി അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അടുപ്പിലാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് ഒരു 6 പച്ചമുളകാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 6 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നെറ്റി കളഞ്ഞതാണ്. അപ്പോൾ അത് അതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അങ്ങനെ ഏകദേശം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പുളി വേണം. അപ്പോൾ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളം അതിലോട്ട് നമുക്ക് പുളിക്കനുസരിച്ച് പാർന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുളി പാരയാണ്. അപ്പോൾ പുളിക്കനുസരിച്ച് പാർന്നാൽ മതി. അപ്പോൾ പാർന്നു ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലോട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കട്ട ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ശർക്കര ഈ പുളിവെള്ളത്തിൽ കിടന്ന് കാണണ്ട് ഒന്ന് അലിഞ്ഞ് പോട്ടെ. അപ്പോൾ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ശർക്കര ഏകദേശം അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് കൈ നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് ഒന്ന് കുറുക്കിയെടുക്കാൻ. അപ്പോൾ ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ പുളിയിഞ്ചി കുറുകി വന്നു. അപ്പോൾ നമ്മളെ മുളകച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളകച്ചാർ എന്നും പറയാം, പുളിയിഞ്ചി എന്നും പറയാം. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.